ഹലോ ഗായ്സ്, ഞാൻ ഇന്ന് ഈ കാണിക്കാൻ പോകുന്ന ഇതൊരു ദിവസം ഭയങ്കര തിരക്കുകളുള്ളൊരു ദിവസമായിരുന്നു. ഇന്നൊരു കല്യാണമുണ്ട്, ഓണാഘോഷമുണ്ട് ആൻഡ് ഒരു കയറിത്താമസമുണ്ട്. ഇത് മൂന്നും കൂടി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് എങ്ങനെ പോകുന്നുള്ള കാര്യത്തിൽ ഒരു വെളിവുമില്ല. രാവിലെ ഓണാഘോഷ സ്ഥലത്ത് പൂവിടാൻ വേണ്ടിയിട്ട് നേരത്തെ എഴുന്നേൽക്കണം ഇന്നലെ അമ്മ പറഞ്ഞായിരുന്നു. പക്ഷേ സൺഡേ ആയതുകൊണ്ട് തന്നെ ഞാൻ എഴുന്നേറ്റ് വന്നപ്പോഴത്തേനും 9 മണിയായി. അപ്പോഴത്തേനും അമ്മയുടെ പണിയൊക്കെ നോക്കി പോയായിരുന്നു. പൂവിടയിലും കഴിഞ്ഞ് അമ്മ വന്നിട്ട് ഞങ്ങൾ റെഡിയായി നേരെ കല്യാണത്തിന് പോയി. കല്യാണമൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ നേരെ സദ്യ ഉണ്ണാൻ പോയി. അങ്ങനെ പപ്പടം പഴം പായസം കൂട്ടി ഗംഭീര സദ്യ കഴിച്ച് അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി നേരെ പോകുന്നത് ഓണാഘോഷ സ്ഥലത്തേക്കാണ്. മഴക്കാർ കണ്ടതുകൊണ്ട് തന്നെ നേരായ വഴിക്കൂടെ പോകാതെ ഒരു ഷോർട്ട് കട്ട് എടുത്താണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. ഏതൊക്കെയോ വീടിൻ്റെ പറമ്പിക്കൂടെ മുറ്റത്തോടെയും കയറിയാണ് നമ്മൾ പോകുന്നത്. നേരെ നമ്മൾ ചെന്ന് കയറിയിട്ടുണ്ടെങ്കിൽ മഴ നനയും. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു ഷോർട്ട് കട്ടിലൂടെ. ഇന്ന് ഞങ്ങളുടെ സമുദായത്തിൻ്റെ ഓണാഘോഷമായിരുന്നു. അപ്പോൾ കല്യാണത്തിന് പോയതുകൊണ്ട് തന്നെ നമ്മൾ കയറി ചെല്ലുമ്പോൾ കുറച്ച് വൈകിയുണ്ട്. നമുക്ക് ആദ്യം തിരുവാതിരയൊക്കെ മിസ്സായിപ്പോയി. അപ്പോൾ നമ്മൾ കയറി ചെല്ലുമ്പോൾ അവിടെ സുന്ദരിക്ക് പൊട്ടുകടൽ നല്ല ആവേശത്തോടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് പിന്നെ സുന്ദരന് മീശ വരാം. ഞാനെന്താ എൻ്റെ സുന്ദരന് മീശ വരയ്ക്കാൻ പോയി. പക്ഷേ എൻ്റെ മീശയൊക്കെ ഏതോ വഴി കൂടെ പോയി. അതൊക്കെ പറഞ്ഞു വന്നപ്പോഴാണ് ഇതാണ് വെളുപ്പിന് അമ്മയും കുറേ കുട്ടികളും കൂടെ ഇട്ട പൂക്കളം. അവിടെ സദ്യ ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് കുട്ടികളുടെ മിഠായി പെറുക്കൽ, അമ്മമാരുടെ കസേരകളി, വേറെ കുട്ടികളുടെ കസേരകളി, അങ്ങനെ എല്ലാവരും എൻജോയ് ചെയ്ത അടിപൊളി ഒരു ഓണമായിരുന്നു. പിന്നെ അതാ കലാപരിപാടികൾ. ഇതൊക്കെയാണ് നമ്മുടെ അവിടുത്തെ കുട്ടിപ്പട്ടാളങ്ങൾ. അകത്ത് നല്ല തകൃതിയായിട്ട് ലേലം നടന്നുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ പുറത്ത് പിള്ളേരോട് കളിക്കുമായിരുന്നു. അതാണ് നമ്മൾ കാത്തിരുന്ന സമ്മാനദാനം. അങ്ങനെ ഓണാഘോഷം കഴിഞ്ഞ് എല്ലാവർക്കും ഹാപ്പി ഓണം പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലേക്ക് പോകും. ശകലം സമയം ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് നമ്മൾ വീണ്ടും അടുത്ത പരിപാടിക്ക് വിടുവാണ്. അങ്ങനെ നമ്മുടെ ലാസ്റ്റത്തെ പരിപാടി ഒരു കയറിത്താമസമായിരുന്നു. അച്ഛൻ പണിത വീട്. അവിടുന്ന് ഫുഡും കഴിച്ച് ഒരു കട്ടനും അടിച്ച് നമ്മൾ നേരെ വീട്ടിലേക്ക് വിട്ടു. ഇനി ബെഡിലേക്ക് ചായാനുള്ള ശക്തി മാത്രമേ എനിക്കുള്ളൂ.